ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കണ്ണെഴുതുമ്പോൾ കൺമഷി പടർന്നു പോകാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്മഡ്ജ് പ്രൂഫ് ആയിട്ടിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കൺമഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കാജൽ സ്റ്റിക്കാണ് അല്ലെങ്കിൽ ഇതുപോലെ പെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ട്രൈ ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പാണ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഏത് കാജലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഫസ്റ്റ് കണ്ണിൻ്റെ വാട്ടർ ലൈന് ഒന്ന് നന്നായിട്ട് എഴുതി കൊടുക്കുക. രണ്ട് കണ്ണിൻ്റെ ഇതുപോലെ എഴുതി കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് എന്നാൽ അധികം തിക്കല്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ എടുക്കുക. അധികം വേണ്ട, എക്സസ് ആയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ കളയുക. അതിനുശേഷം വളരെ ലൈറ്റായിട്ട് എടുക്കുക. എടുത്തിട്ട് നമ്മൾ കാജൽ വെച്ച് എഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് അത്യാവശ്യം കട്ടിക്ക് ഒന്ന് എഴുതി കൊടുക്കുക. കാജൽ എഴുതുന്നതിൻ്റെ മേലെ നമ്മൾ ഐലൈനർ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ലൈനർ നല്ല ഡ്രൈ ആയിട്ട് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ എഴുതിയ കാജൽ അവിടെ ലോക്ക് ആകാനും അതുപോലെ സ്മഡ്ജ് ആവാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മളൊന്ന് എഴുതി കൊടുക്കുക. അടുത്ത കണ്ണ് നമ്മൾ സെയിം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കുറച്ച് നേരം നമ്മളിതൊന്ന് ജസ്റ്റ് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു കോട്ടും കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇട്ടത്, അതുകൊണ്ട് ഒരു കോട്ടും കൂടി ഇടുമ്പോൾ എന്തായാലും നല്ല ബ്രൈറ്റായിട്ട് നല്ല തിക്കായിട്ട് തോന്നിക്കും. വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.